ഇപ്പോൾ ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി KP ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഒരു വാർത്ത, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 15% ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഓഡിറ്റിംഗ് നടന്നിട്ടുള്ളത്. ബാക്കി വരുന്ന ബഹുഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും ഓഡിറ്റിംഗ് നടത്താത്ത ഒരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ചും 2024 ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടന്നിട്ടേ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണം എങ്ങനെയാണ് ഈ വാർത്തയോട്? മര്യാദയ്ക്ക് ഓഡിറ്റിംഗ് നടത്തുകയും വരവ് ചെലവ് കണക്കുകളെ പറ്റി ഒരു കൃത്യമായ ധാരണ ഭക്തർക്ക് കൊടുക്കണം ഒക്കെ എന്നുള്ളൊരു നിർബന്ധം ഉണ്ടെങ്കിൽ ഈ രാഷ്ട്രീയക്കാര് ക്ഷേത്രം ഭരിക്കില്ല എന്നുറപ്പാണല്ലോ. ഇപ്പൊ ഭക്തി കൊണ്ടല്ല ഇവരാരും ക്ഷേത്രത്തിന്റെ കൈകാര്യക്കാരാവുന്നത്, മറിച്ച് ഇതുപോലുള്ള ചില സൗകര്യങ്ങൾ തന്നെയാണ് അവരെ ഈ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ കൃത്യമായി കണക്കുകൾ വിശകലനം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, അത് ഭക്തരോട് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ തീർച്ചയായും അവരാരും ഈ വഴിക്ക് വരില്ല. ഇപ്പൊ മലബാർ ദേവസ്വം ബോർഡിന്റെയൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞാല്, മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ധാരാളം ക്ഷേത്രങ്ങൾ, പക്ഷെ തിരുവിതാംകൂർ മുറ്റി അങ്ങനെ ചെയ്യുന്നില്ല, ധാരാളം ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്. ഈ പിടിച്ചെടുക്കാനുള്ള പ്രധാന കാരണം പറയുന്നത് അവിടങ്ങളിൽ അഴിമതി നടക്കുന്നു, അല്ലെങ്കിൽ മിസ്മാനേജ്മെന്റ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ പേരിൽ രാഷ്ട്രീയമായി തിണ്ണമിടുക്ക് കാണിച്ച് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്നവരാണ് കൃത്യമായ ഒരു കണക്കിന്റെ വിശകലനം പോലും ഇല്ലാതെ ഭരണത്തിൽ തുടരണത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും. വെറും രാഷ്ട്രീയ കൂത്തരങ്ങായി ക്ഷേത്രങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഇനി അതല്ല എന്നെങ്കിൽ പോലും ഇപ്പൊ ഓഡിറ്റിംഗ് നടത്തുന്നു എന്ന് നമ്മൾ സമാധാനിച്ചാലും അത് മിടുക്കരായ ആരെ കൊണ്ടെങ്കിലും കണക്ക് വെച്ചിട്ട് വരവുക സമം ചെലവുക എന്നുള്ളൊരു കണക്ക് എഴുതി ഒപ്പിക്കുക എന്നതിനപ്പുറത്ത് ഒരു ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളുടെ വരുമാനത്തിന്റെ കൃത്യമായ ഒരു കണക്ക് ഒരിക്കലും വരുന്നില്ല. എവിടേക്കൊക്കെയാണോ പോകേണ്ടത് അവിടേക്കൊക്കെ കൃത്യമായി എത്തേണ്ടുന്ന കരങ്ങളിലൊക്കെ തന്നെ ഇത് എത്തുന്നുണ്ട്, ഭക്തർക്കൊഴികെ എല്ലായിടത്തും എത്തുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ജനങ്ങളുടെ സ്വത്താണ്, ഭക്തരുടെ സ്വത്താണ്. ആ നിലയിൽ ഭക്തര ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇവരെ കൊണ്ടൊക്കെ മര്യാദയ്ക്ക് കണക്ക് പറയിപ്പിക്കണം. ഒരു നിയമപരമായ ഓഡിറ്റിങ്ങിന് അപ്പുറം സാമൂഹ്യമായ ഒരു ഓഡിറ്റിങ്ങിന് ഭക്തർ എന്ന് ശക്തരാകുന്നുവോ അന്നേ ഇതിനൊക്കെ ഒരു അവസാനം വരൂ എന്നാണ് തോന്നുന്നത്. വളരെയധികം നന്ദി KP ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.